1 മക്കബായർ 5-ാം അധ്യായം. തിമോഥെയോസ് മറ്റൊരു സൈന്യത്തെ ശേഖരിച്ച് നദിയുടെ മറുകരയിൽ റാഫോണിനെതിരെ പാളയമടിച്ചു. അവരുടെ നീക്കങ്ങൾ അറിയുന്നതിന് യൂദാസ് ചാരന്മാരെ അയച്ചു. അവർ മടങ്ങി വന്നു പറഞ്ഞു, നമുക്ക് ചുറ്റുമുള്ള സകല വിജാതീയരും അവൻ്റെ പക്ഷത്തുണ്ട്. അത് വലിയൊരു സൈന്യമാണ്. സഹായത്തിന് അറബികളെ അവർ കൂലിക്കെടുത്തിട്ടുണ്ട്. നിന്നോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി അവർ നദിക്കക്കരെ പാളയമടിച്ചിരിക്കുകയാണ്. ഇത് കേട്ട യൂദാസ് അവരെ നേരിടാൻ പുറപ്പെട്ടു. യൂദാസും സൈന്യവും നദിക്ക് സമീപത്തെത്തിയപ്പോൾ തിമോഥെയോസ് തൻ്റെ സൈന്യാധിപന്മാരോട് പറഞ്ഞു, അവൻ ആദ്യം നദി കടന്നു വരുന്നെങ്കിൽ നമുക്ക് അവനെ ചെറുക്കുക സാധ്യമല്ല. അവൻ നമ്മെ തോൽപ്പിക്കുമെന്നത് തീർച്ച തന്നെ. മറിച്ച് ഭയം തോന്നി അവൻ അക്കരെ തന്നെ പാളയമടിച്ചാൽ നമുക്ക് നദി കടന്നു ചെന്ന് അവനെ തോൽപ്പിക്കാം. നദിയുടെ കരയ്ക്കെത്തിയപ്പോൾ യൂദാസ് ജനങ്ങളിലെ നിയമജ്ഞന്മാരെ അവിടെ കാവൽ നിർത്തി. അവൻ അവരോട് കൽപ്പിച്ചു, ആരെയും പാളയമടിക്കാൻ അനുവദിക്കരുത്. എല്ലാവരും യുദ്ധത്തിലേർപ്പെടട്ടെ. അവൻ ശത്രുക്കൾക്കെതിരെ ആദ്യം നദി കടന്നു. സൈന്യം അവനെ അനുഗമിച്ചു. വിജാതിയർ പരാജിതരായി. ആയുധങ്ങൾ ഉപേക്ഷിച്ച് അവർ കാർനെമയിലെ ക്ഷേത്രത്തിൽ അഭയം തേടി. യൂദാസ് നഗരം പിടിച്ചടക്കി. ക്ഷേത്രത്തെ അതിലുള്ള എല്ലാവരോടും കൂടി അഗ്നിക്കിരയാക്കി. അങ്ങനെ കാർനെയും കീഴ്പ്പെട്ടു. യൂദാസിനോട് എതിർക്കു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. യൂദാദേശത്തേക്ക് പോകാൻ വലുപ്പച്ചെറുപ്പ ഭേദമന്യേ ഗിലെയാദിലെ സകല ഇസ്രയേൽക്കാരുടെയും അവരുടെ ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും വസ്തുവകകളോടും കൂടി യൂദാസ് ഒരുമിച്ച് കൂട്ടി. വലിയൊരു സംഘമായിരുന്നു അത്. അവർ എഫ്രോണിലെത്തി. അത് മാർഗമധ്യേയുള്ള വലുതും സുശക്തവുമായ ഒരു പട്ടണമായിരുന്നു. വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞ് അതിനെ ചുറ്റിപ്പോവുക സാധ്യമായിരുന്നില്ല. അതിലൂടെ തന്നെ പോകേണ്ടിയിരുന്നു. നഗരവാസികൾ കവാടങ്ങളിൽ കല്ലുകൾ വെച്ച് അവരെ പ്രതിരോധിച്ചു. അപ്പോൾ യൂദാസ് അവർക്ക് ഈ സൗഹൃദ സന്ദേശം കൊടുത്തുവിട്ടു, ഞങ്ങൾ നിങ്ങളുടെ ദേശത്തുകൂടെ ഞങ്ങളുടെ നാട്ടിലേക്ക് കടന്നു പോയിക്കൊള്ളട്ടെ. ആരും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. കാൽനടയായി ഞങ്ങൾ പോയിക്കൊള്ളാം. എന്നാൽ വാതിൽ തുറന്നു കൊടുക്കാൻ അവർ വിസമ്മതിച്ചു. അതാതിടങ്ങളിൽ നിലയുറപ്പിക്കാൻ യൂദാസ് സൈന്യത്തിന് ആജ്ഞ നൽകി. സൈന്യം നിലയുറപ്പിച്ചു. അന്ന് പകലും രാത്രിയും അവർ നഗരത്തിനെതിരെ യുദ്ധം ചെയ്തു. നഗരം അവൻ്റെ പിടിയിലായി. പുരുഷന്മാരെയെല്ലാം അവൻ വാളിനിരയാക്കി. നഗരം ഇടിച്ചു നിരത്തി കൊള്ളയടിച്ചു. മൃതദേഹങ്ങളുടെ മീതെ കൂടി അവൻ നഗരം കടന്നു. അനന്തരം അവർ ജോർദാൻ കടന്ന് ബേത്ഷാനിന് എതിരെയുള്ള വിസ്തൃതമായ സമതലത്തിലെത്തി. യൂദാദേശത്ത് എത്തുന്നതുവരെ യാത്രയിലുടനീളം യൂദാസ് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പിറകിലായിപ്പോയിരുന്നവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തുകൊണ്ടിരുന്നു. ആർക്കും ജീവഹാനി സംഭവിക്കാതെ എല്ലാവരും സുരക്ഷിതരായി മടങ്ങിയെത്തി. അതിനാൽ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി അവർ സിയോൻ മലയിലേക്ക് പോയി ദഹന ബലികൾ അർപ്പിച്ചു. യൂദാസും ജോനാഥനും ഗിലെയാദിലും അവരുടെ സഹോദരൻ ശിമെയോൻ ടോളമായിസിനെതിരെയുള്ള ഗലീലയിലുമായിരിക്കുമ്പോൾ അവരുടെ ധീരപരാക്രമങ്ങളെയും വീരോചിതമായ യുദ്ധത്തെയും കുറിച്ച് സേനാനായകന്മാരായ അസറിയായും സക്രിയയുടെ പുത്രൻ ജോസഫും കേട്ടു. അവർ പറഞ്ഞു, നമുക്കും കീർത്തി നേടാം. നമുക്ക് ചുറ്റുമുള്ള വിജാതിയരോട് യുദ്ധം ചെയ്യാം. അവർ തങ്ങളുടെ സൈന്യനിരകൾക്ക് ആജ്ഞ കൊടുത്തു. അവർ യാമ്നിയായ്ക്കെതിരെ നീങ്ങി. ഗോർജിയാസും സൈന്യവും അവരെ നേരിടാൻ പട്ടണത്തിന് പുറത്തു വന്നു. അവർ ജോസഫിനെയും അസറിയായെയും തുരുത്തി. യൂദായുടെ അതിർത്തികൾ വരെ അവരെ ഓടിച്ചു. ഇസ്രയേൽക്കാരിൽ 2000-ഓളം പേർ അന്ന് മരിച്ചു വീണു. യൂദാസിനെയും സഹോദരന്മാരെയും അനുസരിക്കാതെ ധീരകൃത്യം ചെയ്യാൻ മോഹിച്ച സേനാനായകന്മാർ നിമിത്തം ജനത്തിന് ഈ കനത്ത പരാജയം സഹിക്കേണ്ടി വന്നു. എന്നാൽ ഇസ്രയേലിന് മോചനം നേടിക്കൊടുത്തവരുടെ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നില്ല ഇവർ. യൂദാസും സഹോദരന്മാരും ഇസ്രയേലിലും വിജാതിയരുടെ ഇടയിലും അവരുടെ നാമം അറിയപ്പെട്ട എല്ലായിടത്തും സമാദരിക്കപ്പെട്ടു. ജനങ്ങൾ അവർക്ക് ചുറ്റും കൂടി അവരെ പുകഴ്ത്തി. പിന്നീട് യൂദാസും സഹോദരന്മാരും തെക്കോട്ട് സൈന്യത്തെ നയിച്ച് ഏസാവ് വംശജരോട് യുദ്ധം ചെയ്തു. ഹെബ്രോണും അതിൻ്റെ ഗ്രാമങ്ങളും അവൻ കീഴ്പ്പെടുത്തി. കോട്ടകൾ തകർത്തു. ചുറ്റുമുള്ള ഗോപുരങ്ങൾ അഗ്നിക്കിരയാക്കി. അനന്തരം ഫിലിസ്തീദേശം ആക്രമിക്കാൻ അവൻ മരീസായിലൂടെ കടന്നുപോയി. അന്ന് തങ്ങളുടെ ധീരത പ്രദർശിപ്പിക്കാൻ ബുദ്ധിശൂന്യമായി യുദ്ധത്തിന് പുറപ്പെട്ട ഏതാനും പുരോഹിതന്മാർ മരിച്ചു വീണു. യൂദാസ് ഫിലിസ്തീദേശത്തെ അസോത്തിലേക്ക് തിരിച്ചു. അവൻ അവരുടെ ബലിപീഠങ്ങൾ തകർത്തു. ദേവന്മാരുടെ കൊത്തുവിഗ്രഹങ്ങൾ തീയിലിട്ട് ചുട്ടു. നഗരങ്ങൾ കൊള്ളയടിച്ചതിനു ശേഷം അവൻ യൂദാദേശത്തേക്ക് മടങ്ങി. ആമേൻ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.